മഞ്ഞൾ കല്യാണം, അങ്ങനെയൊക്കെ ഒരുപാട് പുതിയ പുതിയ രീതികൾ കാണുന്നു. പിന്നെ അതുപോലെ തന്നെ ഭാര്യ ഭർത്താവൊക്കെ കുതിരപ്പുറത്ത് ഒക്കെ കയറി വരുന്ന ശൈലി, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? ഇത്തരം നാട്ടു നടപ്പുകളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും ആഭാസകരമാണ് എന്ന് സമൂഹം വിലയിരുത്തുന്നതാണെങ്കിൽ ഇസ്ലാം അതിന് അനുവദിക്കൂല. യുഹില്ലു ലഹുമു ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. എല്ലാ നല്ലവയും ഇസ്ലാം അവർക്ക് ഹലാലാക്കി കൊടുക്കുന്നു, വൃത്തികെട്ടതും മോശമായതും അശ്ലീലമായതും എല്ലാം അവർക്ക് ഹറാമാക്കുകയും ചെയ്യുന്നു. പ്രവാചകനെ പറ്റിയിട്ട് ഖുർആൻ വിശേഷിപ്പിച്ചാണ്. ഏത് ചടങ്ങായാലും അതിൻ്റെ മഫ്സദത്തും മസ്ലഹത്തും, മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ അതിലെ നന്മ, അതായത് ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി പരാമർശിച്ചിട്ടില്ലാത്ത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നാട്ടു നടപ്പുകൾ, ഇതിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതിലെ ഗുണദോഷങ്ങൾ പരിഗണിച്ചുകൊണ്ട് വിധി പറയുക എന്നതാണ്. അതിൽ ഗുണമാണ്. ഇപ്പോൾ തന്നെ കല്യാണ നിശ്ചയം എന്നൊരു ഏർപ്പാടുണ്ടല്ലോ. കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണ നിശ്ചയം ഒരു ചടങ്ങാക്കി നടത്തണമെന്ന് ഖുർആനിലും ഹദീസിലൊന്നുമില്ല. പക്ഷേ ഒരു വിവാഹം ഒരു കുടുംബത്തിൽ, ഒരു മഹലിൽ ഒരു കുടുംബം നടക്കുമ്പോൾ അതിലെ കാരണവന്മാരെയും മഹലിലെ ഉത്തരവാദപ്പെട്ട ആളുകളെയും നാട്ടുപ്രമാണിമാരെയും കുടുംബത്തിലെ പ്രമാണിമാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു കൂടിയാലോചന എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഷൂറ ഇസ്ലാം കൽപ്പിച്ചാണ്. അതുകൊണ്ട് കല്യാണ നിശ്ചയം എന്നത് അത് നടക്കാതെ അത് വെറും ഒരു തീറ്റിപ്പരിപാടിയായിട്ട് മാറുക, ഒരു പൊങ്ങച്ച പ്രകടനത്തിൻ്റെതായി മാറുക. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ചൈതന്യം പോയി, ഉദ്ദേശ്യം പോയി. അപ്പോൾ അങ്ങനെയുള്ള അത് ആഭാസമായി മാറുന്നതോടുകൂടി ഇസ്ലാം അതിന് സപ്പോർട്ടില്ല. എന്നാൽ അതിൻ്റെ നന്മകൾ പരിഗണിക്കുമ്പോൾ അതിലൊരുപാട് നന്മകൾ ഉള്ളതുകൊണ്ട് ഇസ്ലാം അത് വിലക്കുന്നുമില്ല എന്ന് മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പറഞ്ഞ മൈലാഞ്ചി കല്യാണം, മഞ്ഞൾ കല്യാണം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അതിലൊക്കെ അടങ്ങിയിട്ടുള്ളത് എന്താണ് എന്നതാണ്. അതിൽ നന്മകളാണെങ്കിൽ, മസ്ലഹത്താണെങ്കിൽ ഇസ്ലാം അതിനെതിരല്ല. അതിലൂടെ ധൂർത്തും ദുർവ്യയവും ആഭാസങ്ങളുമാണെങ്കിൽ ഒരു നിലയ്ക്കും ഇസ്ലാം അതിനെ അനുവദിക്കുകയും ഇല്ല.